സുപ്രീം കോടതി പറഞ്ഞതുപോലും വകവയ്ക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിനെയും ജനങ്ങളെയും വകവയ്ക്കുമോ എന്ന് CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. ബേക്കൽ പള്ളിക്കരയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് വേണ്ടി നിർമ്മിച്ച പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ അധികാരമുള്ള സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള സമിതിക്ക് രൂപം നൽകിക്കൊണ്ടുള്ള നിർദ്ദേശം വെച്ചപ്പോൾ യാതൊരുവിധ ലജ്ജയും മറയുമില്ലാതെ അതിനെ അവജ്ഞയോടുകൂടി തള്ളിയിട്ട് ഓർഡിനൻസ് കൊണ്ടുവന്നയാളാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞതുപോലും വകവെക്കാത്ത നരേന്ദ്രമോദി പാർലമെന്റിനെയും ജനങ്ങളെയും വകവെക്കുമോ എന്നും ഫാസിസ്റ്റ് പ്രവണതയുമായി മോദിയും കൂട്ടരും മുന്നോട്ടു പോകുന്നതിന് ഈ ഒരൊറ്റ ഉദാഹരണം മാത്രം മതിയെന്നും CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ബേക്കൽ പള്ളിക്കരയിൽ CPIM ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ മുസഫർ അഹമ്മദിന്റെ പേരിൽ നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയിൽ അങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് സുപ്രീം കോടതി. ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കാനുള്ളത്. ആ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള സമിതിക്ക് രൂപം നൽകിക്കൊണ്ട് നിർദ്ദേശം വെച്ചപ്പോൾ ലജ്ജയില്ലാതെ ഒരു മറയുമില്ലാതെ സുപ്രീം കോടതി പറഞ്ഞതിനെ അവജ്ഞയോടുകൂടി തള്ളിയിട്ട് ഓർഡിനൻസ് കൊണ്ടുവന്നു നരേന്ദ്രമോദി. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് വകവെക്കാത്ത നരേന്ദ്രമോദിക്ക് പിന്നെ പാർലമെന്റിന് വകയുണ്ടോ, ജനങ്ങളെ വകയുണ്ടോ? ഫാസിസ്റ്റ് പ്രവണതയുമായി നരേന്ദ്രമോദിയും കൂട്ടരും പോകുന്നതിന്റെ ഈ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. കൂടുതൽ ഒരുപാട് ഉദാഹരണമുണ്ട്. അങ്ങേയറ്റം അപകടകരവും ജനാധിപത്യ വിരുദ്ധവുമായ പാതയിലൂടെ മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാർ തങ്ങളുടെ നയങ്ങൾ നടപ്പിലാക്കുന്നത് ഗവൺമെന്റിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ലെന്നും RSS എന്നുള്ള അവരുടെ അർദ്ധസൈനിക ദളം കൂടി ഉപയോഗിച്ചുകൊണ്ടാണെന്നും MA ബേബി വ്യക്തമാക്കി. അപകടകരമായ പാതയിലൂടെ, ജനാധിപത്യ വിരുദ്ധമായ പാതയിലൂടെ, അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണിത്. ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ പോരാ. ഈ ഗവൺമെന്റിന്റെ നവഫാസിസ്റ്റ് നയങ്ങൾ നടപ്പാക്കുന്നത് ഗവൺമെന്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ല, RSS എന്ന് പറയുന്ന ഒരു അർദ്ധസൈനിക ദളം ഇവർക്കുണ്ട്. രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. കൽബുർഗിയെ വെടിവെച്ചു കൊന്നു. ഇതിന്റെ അർത്ഥം മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന RSS കാരനായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്ന തോക്ക്, മുസോളിനിയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തോക്ക്, ആ തോക്ക് ഇപ്പോഴും ഈ സംഘപരിവാറുകാരുടെ കൈകളിലുണ്ട്. ആരെയാണ് അടുത്തതായിട്ട് ഉന്നം വെക്കേണ്ടത് എന്നവർ നോക്കിയിരിക്കുകയാണ്. ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ K. കുഞ്ഞിരാമൻ അധ്യക്ഷനായി. കെട്ടിടത്തിലെ P. ഗോവിന്ദൻ സ്മാരക ഹാൾ പാർട്ടി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA-യും EMS സ്മാരക ലൈബ്രറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമനും ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. പാർട്ടി യുദുമ ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ പതാക ഉയർത്തി. CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായി ജില്ലയിലെത്തിയ MA ബേബിക്ക് പള്ളിക്കര ലോക്കൽ കമ്മിറ്റിയുടെ ഉപഹാരം മുൻ MLA K. കുഞ്ഞിരാമൻ കൈമാറി. പരിപാടിയിൽ കെട്ടിട നിർമ്മാണ എഞ്ചിനീയർ രാജൻ പൂച്ചക്കാടിനെ ആദരിച്ചു. പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം K. മണികണ്ഠൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ലക്ഷ്മി, CITU ജില്ലാ പ്രസിഡന്റ് P. മണിമോഹൻ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കുന്നൂച്ചി കുഞ്ഞിരാമൻ, KV ഭാസ്കരൻ, BV സുകുമാരൻ, M. ഗൗരി, K. സന്തോഷ് കുമാർ, മുൻ ലോക്കൽ സെക്രട്ടറി TC സുരേഷ് എന്നിവർ സംസാരിച്ചു. പള്ളിക്കര ലോക്കൽ സെക്രട്ടറി T. സുധാകരൻ സ്വാഗതവും നിർമ്മാണ കമ്മിറ്റി കൺവീനർ PK അബ്ദുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.